ഹായ്, നമുക്ക് തികച്ചും വ്യത്യസ്തമായിട്ടൊരു മസാല ഷവായി ഉണ്ടാക്കിയതാണ്. ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം, എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ 2 വോൾ ലെഗ് പീസാണ്. അതിനെ നന്നായിട്ടൊന്ന് ഫോർക്ക് കൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നാലാണ് മസാലകളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങുള്ളൂ. അതിലേക്ക് അല്പം ഉപ്പും കുറച്ച് തൈരും കൂടി ഇട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് ഷവായി മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ തയ്യാറാക്കാം. കുറച്ച് കുഞ്ഞുള്ളി, ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത്, കുറച്ച് ഗാർലിക്ക്, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് ഗരം മസാല, മുഴുവൻ മല്ലി, മഞ്ഞൾപ്പൊടി, മല്ലിയില ഇത്തിരി കൂടുതലിടണം, കുറച്ച് മിൻറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പും വിനാഗിരിയിട്ട് വേവിച്ച കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടിത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കണം. ഈ പേസ്റ്റ് നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ ചിക്കൻ്റെ മുകളിൽ അത് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതിൻ്റെ ഹോളിലെല്ലാം ഇത് ഇറങ്ങി ചെല്ലണം. എന്നാലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് ഇത് ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എത്ര നേരം ഇത് നമ്മൾ വെക്കുന്നു അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കൂട്ടുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ചിക്കനും മസാലകളും ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് മുഴുവനും മുരിച്ചെടുക്കാൻ നമുക്ക്. എന്നിട്ട് അതൊന്ന് കവർ ചെയ്യുക. എന്നിട്ടത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. എന്നാലാണ് ഈ മസാലകളെല്ലാം ഈ ചിക്കൻ വലിച്ചെടുക്കുകയുള്ളൂ. കുക്കറിൽ വെച്ച് വേണമെങ്കിൽ നമുക്കിത് വേവിക്കാം. ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. ഇതുപോലെ നമ്മൾ മസാലകൾ വീണ്ടും മേലിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് വീതം കൂടുമ്പോൾ നമുക്കിത് തുറന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും മസാലകളെല്ലാം ഈ ചിക്കനിൽ പിടിക്കുന്ന വരെ വീണ്ടും നമ്മളിങ്ങനെ മസാലകൾ കോരിയിടുക. എന്നിട്ട് അടച്ചു വെക്കുക. എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ച് ഇത് അടിക്ക് പിടിക്കും, ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ മസാലകൾ കോരിയിട്ട് അടച്ചും തുറന്നും ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഏകദേശം ഇവിടെ നല്ലൊരു മണമാണ്. വൈഫും ഇളയമോളും അടുത്ത് വന്ന് നിൽപ്പുണ്ട്. അത്ര മണമാണ്. ഇത് കോരി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വീണ്ടും ഇതിനൊന്ന് അടച്ചു വെക്കണം. ഈ മസാല മുഴുവൻ പറ്റുന്നത് വരെ. എന്നാലാണ് ചിക്കന് ഇത്ര ടേസ്റ്റ് വന്നത്. വീണ്ടും തുറക്കാം. മസാലകളെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്ത കാരണം ഒട്ടും തന്നെ അടിക്കും പിടിച്ചിട്ടില്ല. മസാലകളെല്ലാം ചിക്കൻ ശരിക്ക് വലിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തിരി ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അടിപൊളി മസാല ഷവായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നതാണ്. താങ്ക് യു.